എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. അങ്ങനെ 2025 അവസാന ദിവസങ്ങളിൽ നമ്മൾ എത്തിച്ചേർന്നു. 2025 ഏറ്റവും ഒടുവിലത്തെ തിങ്കളാഴ്ചയിലാണ് നമ്മൾ. 2-3 ദിവസത്തിനുള്ളിൽ നമ്മൾ പുതിയ വർഷത്തിലേക്ക് വരികയാണ്. എന്നാൽ ഈ 2-3 ദിവസത്തിനുള്ളിൽ പ്രാപിക്കാവുന്നിടത്തോളം പ്രാപിക്കുക. അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഈ തിങ്കൾ, ചൊവ്വ, ബുധൻ ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയിൽ തന്നെ നിങ്ങളാകുക. കരയാൻ കഴിയുമെങ്കിൽ കരയുക, ഉപവസിക്കാൻ കഴിയുമെങ്കിൽ ഉപവസിക്കുക. പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് കർത്താവേ, അങ്ങെനിക്ക് തന്ന ആയുസിൻ്റെ അടുത്ത തലം തുറക്കുന്നതിന് മുമ്പ് ഒരു പുതിയ വർഷം, പുതിയ ചിന്താഗതി, പുതിയ വിശ്വാസം, പുതിയ അഭിഷേകം എനിക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ തന്നെ നിങ്ങൾ ഇരിക്കുക. നന്നായി രാവിലെ എഴുന്നേറ്റ് വളരെ താമസിച്ച് കിടക്കുന്ന, കഠിന പ്രയത്നം ചെയ്യുന്ന ആളെക്കുറിച്ച് പറയുന്നത് പോലെ വെറുതെ സമയം കളയാതെ തക്ക സമയത്ത് ഉയർത്തുന്നവന്റെ കൈ കീഴെ പത്രോസ് പറയുന്നത് പോലെ നമുക്ക് താണിരിക്കാം. തക്ക സമയത്ത് അവൻ നമ്മെ ഉയർത്തും, തക്ക സമയത്ത് നമ്മെ വിടുവിക്കും. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മൾ ഇന്ന് അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിലേക്ക് വരികയാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? 1-ാം വാക്യം. അപ്പൊല്ലോസ് കൊരിന്തിൽ ഇരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ചില ശിഷ്യന്മാരെ കണ്ടു. അതായത് അപ്പൊല്ലോസ് പ്രഗത്ഭനായ ഒരു ശുശ്രൂഷകനാണ്. അദ്ദേഹം കൊരിന്തിൽ വന്നെന്ന് അറിഞ്ഞപ്പോൾ കൊരിന്തിലുള്ള പൗലോസ് ഉടനെ അവിടെ നിന്ന് മാറി. എന്തുകൊണ്ടാ? ഒരാളുണ്ട് ഇവിടെ. ആരുമില്ലാത്തൊരു സ്ഥലം കണ്ടുപിടിക്കുക. ഇതാണ് പൗലോസിന്റെ ആഗ്രഹം. ആരുമില്ലാത്തൊരു സ്ഥലം, ഏറ്റവും ഇരുട്ടുള്ള സ്ഥലം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്ഥലം, ഏറ്റവും കഠിനമായ സ്ഥലം, ഏറ്റവും ഭീകരമായ സ്ഥലം, ആരും എത്താൻ താല്പര്യപ്പെടാത്ത സ്ഥലം, ഇതെല്ലാം കണ്ടുപിടിച്ച് അവിടെ പോവുക എന്ന് പറയുന്നത് ഈ ദൈവപുരുഷന് ദൈവം കൊടുത്ത ഒരു പ്രത്യേകമായ നിയോഗമാണ്. അവനോടൊരു പ്രവചനമുണ്ട്. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കിയിരിക്കുന്നു. ആ വാക്കിൽ തന്നെയുണ്ട്. എന്താണ്? ഞാൻ എവിടെ പോയാലും പ്രകാശിക്കും. അങ്ങനെ ഒരു അർത്ഥം അതിനുണ്ട്. യെശയ്യാവ് 60:1 വായിക്കുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. അന്ധകാരം ഭൂമിമേലും കൂരിരുട്ട് ജാതിമേലും മൂടുന്നു. നിന്റെ മേൽ ദൈവം ഉദിച്ചിരിക്കുന്നു. കർത്താവ് നിന്നിലുണ്ടെങ്കിൽ, ആ വലിയ വെളിച്ചം നിന്നിലുണ്ടെങ്കിൽ, നീ എവിടെ ചെന്നാലും എത്ര കഠിനമായ സ്ഥലവും അനുഗ്രഹമായി മാറും. വരണ്ട ദേശം പനിനീർ പുഷ്പം പോലെ പൂക്കും. മരുഭൂമി മലർ വാടിയായിട്ട് മാറും. മധുരമായിട്ട് മാറും. ശൂന്യത മാറും, സമൃദ്ധിയുടെ ഇടമായി മാറും. കാരണം നീ വെളിച്ചമാണ്. നീ എവിടെ ചെന്നാലും പ്രകാശിക്കും. നീ പോകുന്നിടത്തെല്ലാം വചനം പ്രകാശിക്കും. നീ പോകുന്നിടത്തെല്ലാം ശുശ്രൂഷ പ്രകാശിക്കും. നീ പോകുന്നിടത്തെല്ലാം കർത്താവിൻ്റെ നാമം അധികമായിട്ട് ശോഭിക്കും. ഫിലിപ്പോസ് ശമരിയ പട്ടണത്തിൽ പോയപ്പോൾ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായതുപോലെ നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഇത് ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പ്രവചിക്കുകയല്ല, ഞാൻ വിശ്വസിക്കുന്നു. അതൊരു സത്യമാണ്. അല്ലാതെ ഇതിനകത്ത് ചിലർ പോകുന്നിടത്ത് ഭയങ്കരമായിട്ട് വെളിച്ചമടിക്കാൻ പോകുന്നു, 2026 ഭയങ്കര പ്രകാശം, ഇതൊന്നുമല്ല. നീ എവിടെ പോയാലും അത് സംഭവിക്കും. അപ്പൊല്ലോസ് കൊരിന്തിൽ വന്നപ്പോൾ പൗലോസ് തീരുമാനിച്ചു, ശോഭിക്കുന്ന ഒരുവൻ ഇവിടെയുണ്ട്. ആരുമില്ലാത്തടത്ത് പോയി ഞാൻ ശോഭിക്കാം. അപ്പൊല്ലോസ് കൊരിന്തിലിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് എഫെസോസിലെത്തി ശിഷ്യന്മാരെ കണ്ടു. അവിടെ ഒരു 12 പേരെ കണ്ടു. നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് അവരോട് ചോദിച്ചതിന്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്ന് അവർ പറഞ്ഞു. ഞങ്ങൾ വടക്കേ ഇന്ത്യയിൽ പല പ്രാവശ്യവും പോയപ്പോൾ ഒത്തിരി ദൈവവേലക്കാരെ കണ്ടു.
പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത ദൈവവേലക്കാർ, പാവങ്ങൾ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ വഴിയിൽ നിന്ന് ട്രാക്ട് കൊടുക്കും. കഴിക്കാൻ ഭക്ഷണമില്ല, എന്നാൽ രക്ഷിക്കപ്പെട്ടവരാണ്. നമ്മേക്കാൾ ദൈവസ്നേഹവും തീഷ്ണതയുമുള്ളവർ. ദൈവം വടക്കേ ഇന്ത്യയെ കൈവിടില്ല. വടക്കേ ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ഉണർവിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് അറിയാമോ? അതുപോലെയുള്ള കുറേ സാധുക്കളുണ്ട്, ഒന്നും അറിയില്ല. അതുപോലെയുള്ളൊരു 12 പേർ എഫെസോസിലുണ്ടായിരുന്നു. അവർക്കൊന്നും അറിയില്ല, രക്ഷിക്കപ്പെട്ടവരാണ്. പരിശുദ്ധാത്മാവ് ഉണ്ടതുപോലെ അവർ കേട്ടിട്ടില്ല. പൗലോസ് അവരോട് ചോദിച്ചു, എന്നാൽ ഏതായിരുന്നു നിങ്ങളുടെ സ്നാനം? 3-ാമത്തെ വാക്യത്തിൽ എന്ന് അവരോട് ചോദിച്ചതിന് യോഹന്നാന്റെ സ്നാനം എന്നവർ പറഞ്ഞു. അതിന് പൗലോസ്, യോഹന്നാൻ മാനസാന്തര സ്നാനം അത്രേ കഴിപ്പിച്ചു, തൻ്റെ പിന്നാലെ വരുന്ന യേശുവിൽ വിശ്വസിക്കണം എന്ന് ജനത്തോട് പറഞ്ഞ് എന്ന് പറഞ്ഞു. വിശ്വാസ സ്നാനം വേണം, മാനസാന്തര സ്നാനമല്ല, വിശ്വാസ സ്നാനം. ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ച യേശു ക്രിസ്തുവിനെ കർത്താവ് രക്ഷകനുമായി സ്വീകരിച്ച് വിശ്വസിച്ച് സ്നാനപ്പെട്ട് യേശുവിനോട് ചേരുന്ന സ്നാനം. പഴയ മനുഷ്യനെ കുഴിച്ചിടുകയും ഉയർത്തെഴുന്നേറ്റ് വന്നവനായ യേശുവിനെ പോലെ വെള്ളത്തിൽ നിന്ന് കയറി ജീവിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതം. റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കുന്ന ഒരു ജീവിതം സ്നാനത്തിന് ശേഷം നിങ്ങൾക്ക് വേണം. വെറുതെ മനമാറ്റമല്ല, ഇതൊരു വിശ്വാസത്തിൻ്റെ ചലഞ്ചാണ്. ഞാൻ പഴയതല്ല, ഞാൻ പുതിയതാണ്. എൻ്റെ പഴയത് കഴിഞ്ഞുപോയി. പഴയ മനുഷ്യൻ അവൻ്റെ പ്രവർത്തികളോടെ ഉരിഞ്ഞു കളഞ്ഞു. പഴയ മനുഷ്യൻ മരിച്ചു, അവനെ കുഴിച്ചിട്ടു എന്ന സ്നാനത്തിൽ അടക്കി. അതിനുശേഷം ഞാൻ വെള്ളത്തിൽ നിന്ന് കയറി വന്നപ്പോൾ ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പോലെയാണ്. ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കുന്നതിൻ്റെ പേരാണ് വിശ്വാസ സ്നാനം. ഇത് സ്വീകരിക്കാത്ത ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വാസ സ്നാനം സ്വീകരിക്കണം. സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. ഇതാ പൗലോസ് 5-ാമത്തെ വാക്യത്തിൽ, ഇത് കേട്ടാറേ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. 12 പേര് അവിടെ വാദിച്ചില്ല, ഇല്ല ഞങ്ങളുടെ സ്നാനം മതി, ഞങ്ങൾക്ക് ഒരു സ്നാനം മതി, തർക്കിച്ചില്ല. ഇത് കേട്ടപ്പോൾ അടുത്ത ചുവട് വെക്കാനുള്ള വെമ്പലാണ് അവർക്കുള്ളത്. ഞങ്ങൾക്കത് വേണം, അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കത് വേണം. ഇതല്ല സ്നാനം, ഇതിനേക്കാൾ മികച്ച സ്നാനമുണ്ടെങ്കിൽ അത് വേണം. ഇതിനേക്കാൾ മികച്ച ഒരു ജീവിതമുണ്ടെങ്കിൽ അത് വേണം. ആരൊക്കെ ഏതൊക്കെയോ കൂട്ടായ്മയിൽ ചെന്ന് അവിടുത്തെ കുറെ പഠിപ്പിക്കലുണ്ട്, അതിനകത്ത് ഒതുങ്ങി ഒന്നുമില്ലാത്തവരെ പോലെ ജീവിക്കുന്നവരുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള എല്ലാ അവസ്ഥയിൽ നിന്നും പുറത്തു വരണം. ഏതെങ്കിലും ഒരു ഇടുക്കത്തിൻ്റെ പഠിപ്പിക്കലിനകത്ത് ഒതുങ്ങിപ്പോകരുത്. ചിലരുടെ ചില തെറ്റായ ഉപദേശത്തിനകത്ത് കിടന്ന് കറങ്ങരുത്. നിങ്ങൾ പുറത്തു വരണം. ഏറ്റവും മികച്ചത് ഏതാണോ അത് സ്വീകരിക്കണം. ഏറ്റവും നല്ലത് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മൾ പ്രാപിക്കണം. ബൈബിളിൽ നമ്മൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല വെളിപ്പാട് നമ്മൾ സ്വീകരിക്കണം. ആ പഴയ രീതി, ഞങ്ങൾക്ക് ആ പഴയതൊക്കെ മതി, സമ്മതിച്ചു കൊടുക്കരുത്. ഇതാ എഫെസോസിൽ ഭയങ്കര ഉണർവിന് വേണ്ടി 12 പേരെ കർത്താവ് ഒരുക്കുകയാണ്. ആ 12 പേർക്ക് വേണ്ടി പൗലോസ് അവിടെ ചെല്ലുകയാണ്. ഉൾപ്രദേശങ്ങളിലൂടെ സഞ്ചരിച്ച് എഫെസോസിൽ ചെന്നപ്പോൾ 12 പേരെ കർത്താവ് കണക്ട് ചെയ്തു. ആ പാവങ്ങൾ അവരവിടെ കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 12 പേര്. അവർക്ക് അഭിഷേകമില്ല, അവർക്ക് അന്യഭാഷയില്ല, അവർക്ക് വെളിപ്പാടുകളില്ല, അവർക്ക് കൃപാവരങ്ങളില്ല. എന്നാൽ സ്വർഗം അവരെ കണ്ടു. ദൈവം നിന്നെ കണ്ടതാണോ? നിന്റെ അടുക്കൽ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അഭിഷിക്തന്മാർ തന്നെ വരും. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദൈവദാസൻ ഞാൻ കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ബെന്നിഹിൻ, പാസ്റ്റർ ക്രിസ് പോലെയുള്ള വലിയ ദൈവദാസന്മാരുണ്ട്. ആഫ്രിക്കയിൽ നൈജീരിയയിൽ ഈനോ കഡീബോയ് എന്ന് പറയും, ഡേവിഡ് ഒയിഡ്പോ. ഈനോ കഡീബോയ് എന്ന ദൈവദാസന് 82 വയസ്സുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടായ്മയിൽ 45 ലക്ഷത്തിലധികം പേരാ വരുന്നത്.
അങ്ങനെയുള്ളവരെ പോലും 12 പേർക്ക് വേണ്ടി വിടാൻ ഇന്നും കർത്താവ് തയ്യാറാണ്. അല്ലാതെ അവർ ഇന്ത്യയിലോട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ അവർ കേരളത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവർ ഇന്ന സ്ഥലത്ത് വരുമ്പോൾ ഇത്ര ലക്ഷം പേര് കൂടിയാലേ വരൂ. ചുമ്മാതാ. ദൈവം അയച്ചാൽ 12 പേർക്ക് വേണ്ടി പോലും വരും. ഇന്ന് നിങ്ങൾ ഏതൊക്കെയോ രാജ്യത്തിൽ ഇത് കേൾക്കുന്ന പലരും ഏതൊക്കെയോ രാജ്യത്തിൽ ചെറിയൊരു കൂട്ടമായിട്ട് ഒരു വീട്ടിൽ കൂടുന്നവരുണ്ടോ? നിങ്ങളുടെ അടുക്കലേക്ക് ഈ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനെ അയക്കാൻ കർത്താവ് മതിയായവനാണ്. ഈ 12 പേർക്ക് വേണ്ടി അപ്പോസ്തലന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനെ അയച്ച ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. രാജ്യങ്ങളെ കുലുക്കുന്ന ഒരു അപ്പോസ്തലനെ 12 പേർക്ക് വേണ്ടി അയച്ച ദൈവം, ആ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും ശക്തനായ ദൈവപുരുഷനെ ഒരു കൊർന്നല്യോസിന്റെ വീടിന് വേണ്ടി അയച്ച ദൈവം. നിനക്ക് ആഗ്രഹമുണ്ടോ? കൊർന്നല്യോസിനെ പോലെ ആഗ്രഹമുണ്ടോ? അവൻ ഭക്തനായിരുന്നു, സകല കുടുംബത്തോടുകൂടി ദൈവത്തെ ഭയപ്പെട്ടവനായിരുന്നു, ധാരാളം ചാരിറ്റി പ്രവർത്തനം ചെയ്തവന്, ഏതു നേരത്തും പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഹൃദയമുള്ളവരെ തേടി കർത്താവ് ചിലരെ അയക്കും. അത് കർത്താവിൻ്റെ നീതിയാണ്. നമ്മൾ നീതിയിലും വിശുദ്ധിയിലുമാണോ? നമുക്ക് വേണ്ടി ദൈവം മറുപടികൾ കൊണ്ടുവരും, ഏറ്റവും ബെസ്റ്റ് കൊണ്ടുവരും. ഇതാ എഫെസോസിലുള്ള ഈ പാവപ്പെട്ട 12 പേർക്ക് വേണ്ടി ആ കാലഘട്ടത്തിൻ്റെ അപ്പോസ്തലനെ അയച്ചു. ഇത് കേട്ടാറി അവർ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. പൗലോസ് പറഞ്ഞതിനെ ഒന്നും വിമർശിച്ചില്ല. കർത്താവേ, ഞങ്ങൾക്കത് വേണം. സ്നാനപ്പെട്ടു. അതിനുശേഷം പൗലോസ് അവരുടെ മേൽ കൈവച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവർ അന്യഭാഷകളെ സംസാരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. ഇതാ എഫെസോസിൽ ഉണർവിന് തീ കൊളുത്തുവാൻ പൗലോസ് ചെയ്തൊരൊറ്റ കാര്യം, വിശ്വാസ സ്നാനവും തുടർന്ന് പരിശുദ്ധാത്മാഭിഷേകം. വിശ്വാസ സ്നാനവും പരിശുദ്ധാത്മാഭിഷേകവും നിങ്ങളുടെ മേലുണ്ടെങ്കിൽ നിങ്ങളുടെ പട്ടണത്തിൽ ഉണർവ് വന്നിരിക്കും. നിങ്ങൾ മുഖാന്തരം പട്ടണം വിടുവിക്കപ്പെടും. പിന്നീട് എഫെസോസ് എന്ന ഏഷ്യയിൽ, എഫെസോസിൽ നിന്ന് ഏഷ്യയിലാണ് ഉണർവുണ്ടായത്. ഈ അധ്യായത്തിൽ കിടപ്പുണ്ട്. പിന്നീടുള്ള ദിവസങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഞാൻ ഉറപ്പ് പറയാം, നിങ്ങൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ദൈവം നിങ്ങൾക്ക് തരും. ഏറ്റവും വിലപ്പെട്ടവരെ നിങ്ങളുടെ അടുക്കലയക്കും. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈസ് ജനറേഷൻ ചർച്ചിൽ ദൈവം അയച്ച അഭിഷിക്തന്മാർ, ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവദാസന്മാരെയാണ് ഞങ്ങളുടെ ഇടയിലോട്ട് അയക്കുന്നത്. ആഗ്രഹിച്ചാൽ മാത്രം മതി. ഏറ്റവും ബെസ്റ്റ് നമ്മുടെ ഇടയിൽ വരും. ഏറ്റവും നല്ല മിനിസ്ട്രി നമുക്കുണ്ടാകും. അനുഭവിക്കാൻ ദൈവം ഭാഗ്യം തരും. ദാഹത്തോടെ ഇരുന്നാൽ മതി. എഫെസോസിലുള്ള 12 പേരെ പോലെ കർത്താവേ, ഞങ്ങളെ സഹായിക്കണേ. ഒറ്റ പ്രാർത്ഥന നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ദിനങ്ങളിൽ ഏറ്റവും ബെസ്റ്റ് ഞങ്ങൾക്ക് തരണമേ. പുതിയ വർഷത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഞങ്ങളിൽ ഏറ്റവും നല്ല നിറവ്, ഏറ്റവും നല്ല കൃപ, ഏറ്റവും നല്ല തീരുമാനങ്ങൾ ഞങ്ങൾക്ക് എടുക്കുവാനും വേഗത്തിൽ ഒരു ആത്മപകർച്ചയിലേക്ക് കയറാനും ഞങ്ങളെ ഒരു ഉണർവിന് വേണ്ടി ഉപയോഗിക്കണമേ. ആ 12 പേരെ പോലെ ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ ഇടയിലേക്ക് ശക്തന്മാരായ അഭിഷിക്തന്മാരെ ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കണമേ. ഞങ്ങളെ മാറ്റിമറിക്കണമേ. വലിയ പകർച്ചകൾ, വലിയ ഇമ്പാർട്ടേഷനുകൾ ഞങ്ങൾക്കുണ്ടാകണം. ഇത് കേൾക്കുന്ന എല്ലാവരിലും ആ പകർച്ചയുണ്ടാകണം. അനുഗ്രഹിക്കും യേശുവിൻ നാമത്തിൽ. ആമേൻ. കർത്താവിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. ഈ അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങൾ തീരുന്നതിനുള്ളിൽ ഭയങ്കര ഉണർവിൻ്റെ തീപിടുത്തം നിങ്ങളിൽ ഉണ്ടാകും. മുടങ്ങാതെ കേൾക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇനി വന്ന് ചില ദിവസങ്ങൾ മാത്രം, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥന കൊണ്ട് നമുക്ക് നിറയ്ക്കാം, വിശ്വാസം കൊണ്ട് നിറയ്ക്കാം. ബൈബിള് നന്നായിട്ട് വായിക്കുക, ആത്മാവിൽ ഏത് നേരത്തും പ്രാർത്ഥിക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ആമേൻ. പരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു, ദൈവ കുഞ്ഞാടി രക്തത്തിനാ
പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അതിപരിശുദ്ധ സ്ഥലത്തിൽ ഞാൻ വരുന്നു. ദൈവകുഞ്ഞാടി രക്തത്തിനാൽ പരിശുദ്ധനെ ആരാധിക്കുവാൻ അതിധൈര്യമായി ഞാൻ വരുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. അങ്ങേ ആരാധിക്കുന്നു. ഞാൻ ആരാധിക്കുന്നു. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ എന്നും. യേശുവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ